DA വർധനം ആവശ്യപ്പെട്ട് ഒരു പതിറ്റാണ്ടിലധികമായി നിയമ പോരാട്ടം നടത്തുന്ന തൊഴിലാളികൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം നിയോജകമണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. DA വർദ്ധിപ്പിച്ചു നൽകാമെന്ന ഉറപ്പ് പാലിക്കാതെയും തൊഴിലാളികളെ വഞ്ചിച്ച് ശമ്പള വർധനവ് മാത്രം നടപ്പിലാക്കിയതിലും പ്രതിഷേധിച്ചാണ് തോട്ടം തൊഴിലാളികൾ ദേവികുളം നിയോജകമണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാൻ തീരുമാനമെടുത്തത്. 3 പതിറ്റാണ്ടിലധികമായി തോട്ടം തൊഴിലാളികൾക്ക് DA വർദ്ധിപ്പിച്ചു നൽകാത്തതിനെതിരെ ഒരുപറ്റം തോട്ടം തൊഴിലാളികൾ ശക്തമായ സമരങ്ങളും നിയമ പോരാട്ടവും നടത്തി വരികയാണ്. എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ തോട്ടം തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇന്ത്യൻ പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കുമടക്കം നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ശമ്പള പരിഷ്കരണ സമയത്ത് DA വർദ്ധിപ്പിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ ഭാഗമാക്കുമെന്നും ഉറപ്പു നൽകിയിട്ടും PLC യോഗം ചേർന്ന 43 രൂപ ശമ്പള വർധനവും മാത്രം നടപ്പിലാക്കി തോട്ടം തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും തോട്ടം തൊഴിലാളികൾ ആരോപിക്കുന്നു. 1970 സമം എന്ന സീരീസ് 2011 12 സമം 100 എന്ന സീരീസിലേക്ക് മാറ്റുകയും മാറുന്ന സമയത്ത് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷാമപത്ത പരിപൂർണമായിട്ട് അടിസ്ഥാന വേതനമായിട്ട് മാറുമെന്നും അത് അടുത്ത പുനർവേളയിൽ തീർച്ചയായിട്ടും പരിഗണിക്കാമെന്ന് അവർ ഞങ്ങൾക്ക് കത്ത് നൽകിയിട്ടുള്ളതാണ്. ഇത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പം നടന്ന PLC കമ്മിറ്റി യോഗം കൂടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ 43 രൂപ അടിസ്ഥാന വേതനമായിട്ട് കൂട്ടുകയും 5 രൂപ ഇൻസ്റ്റന്റ് കൂട്ടുകയും ചെയ്ത് തൊഴിലാളികൾ വയറ്റിൽ വീണ്ടും അടിച്ചിരിക്കുകയാണ്. തൊഴിലാളി വഞ്ചന തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നത്. ഈ സമയത്തിലും ഞങ്ങൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ഈ വരുന്ന ഇലക്ഷനിൽ ഈ തോട്ടം തൊഴിലാളിക്ക് വേണ്ടി തോട്ടം തൊഴിലാളിയുടെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ പേര് ചെല്ലത്തുറയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തോട്ടം തൊഴിലാളികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകിയിരുന്നു. ദേവികുളം നിയോജക മണ്ഡലത്തിനൊപ്പം ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളിലും തൊഴിലാളികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കുവാനുള്ള നീക്കവും നടത്തുന്നു. ഇല്ലാത്തപക്ഷം തങ്ങളുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുവാനാണ് ഇവരുടെ തീരുമാനം. സിറ്റി വിഷൻ, മൂന്നാർ.